പാവം കുട്ടീനെ വിട്ടിട്ട് പോരുമ്പോഴുള്ള ഇടങ്ങാറ് എത്രത്തോളം എന്നുള്ള അറിയില്ല. അതാ കാര്യം. Pravasi Yatra. സങ്കടമുണ്ട്. നമ്മളെ കഴിമോളെ അതുപോലെ തന്നെ റസി മോനൂസിനെ നമ്മളെ കുട്ടികളെ വിട്ടു പോകുന്നത് ഭയങ്കര വിഷമം. വേറെ ഒക്കെ പ്രശ്നം എല്ലാ തവണ നമുക്ക് പറഞ്ഞാൽ ആ ഒരു പ്രശ്നം മക്കളെ വിട്ടിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. അതൊരിക്കലും ഇവിടെ എന്തേലും തുടങ്ങായിരുന്നല്ലേ? ഒരു 1200 ഉറുപ്പിക കിട്ടിയാൽ മതി അല്ലേ? 200,000 കിട്ടിയാൽ മതി. അത്ര എന്ന് എപ്പോഴൊന്നും അറിയില്ല. ദുബായിൽ ഇൻഷാ അല്ലാഹ് അബുദാബി വരുന്ന സമയത്ത് വരും അല്ലേ? ഇവര 5 മാസത്തെ ഒരു ഇതായിരുന്നു നമ്മൾ ഒരുമിച്ച് നാട്ടിലുണ്ടായിരുന്നു. ഒരുപാട് തമാശകളും അല്ലേ ഒന്നും പറയണ്ട. ഏതായാലും സങ്കടം തിരിച്ചു പോവാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓൾക്കാർ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പിലേക്കാണ് പോകുന്നത്. തിരിച്ചേക്കാൻ ബാക്ക് ടു ഖത്തറാണ്. അപ്പോൾ നമ്മളിതാ ഈവനിങ്ങിൽ കാലിക്കറ്റിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഇത്തിഹാദ് അബുദാബി കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യാം. നമ്മൾ കൂടെ നമ്മളെ കെബീറും ഉണ്ട്. കെബീർ ഇങ്ങനെ എയർ അറേബ്യ ഷാർജയ്ക്കായിരിക്കും പോകുന്നത്. നമുക്ക് കെബീർ ഞാൻ ഒരുമിച്ച് പോകുന്നത്. അപ്പോൾ കെബീർ ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. നമ്മളത് കഴിഞ്ഞ് കരച്ചിലെല്ലാം കഴിഞ്ഞ് തിരിച്ചിതാ വീണ്ടും വണ്ടിയിലെത്തിയിട്ടുണ്ട്. നമ്മളിവിടെ മുത്തു ബോട്ടിയില്ലാണ്ട്. അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യാൻ ഓരോരുത്തരുടെ കാഴ്ചകൾ കാണാൻ പറ്റും. സങ്കടമുണ്ട്. നമ്മളെ കഴിമോളെ അതുപോലെ തന്നെ റസി മോനൂസിനെ നമ്മളെ കുട്ടികളെ വിട്ടു പോകുന്നത് ഭയങ്കര വിഷമം. വേറെ ഒക്കെ പ്രശ്നം എല്ലാ തവണ നമുക്ക് പറഞ്ഞാൽ ആ ഒരു പ്രശ്നം മക്കളെ വിട്ടിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. അതൊരിക്കലും കബീറിൻ്റെ സാധനമാണ് കൊണ്ടുവരുന്നത്. കബീറിൻ്റെ മോളോടെ കിട്ടാനുള്ള പാവം. കബീറിനിപ്പോൾ അതേപോലെ തന്നെ മോളൊക്കെ അവിടെ അങ്ങനെ കാത്തിക്കണം. പാവം കുട്ടീനെ വിട്ടിട്ട് പോരുമ്പോഴുള്ള ഇടങ്ങാറ് എത്രത്തോളം എന്നുള്ള അറിയില്ല. അതാ കാര്യം. സങ്കടം ഉണ്ടാ? ബാക്ക് പോയിക്കാളാ. മോള് ആ പോട്ടെ. എടുത്താളാ മുത്തു പറഞ്ഞ ഇവിടുന്ന് ഇപ്പൊ തന്നെ നോമ്പറക്കാം. മുത്തുവാ ജസറക്കാ നോമ്പറക്കുന്നത്. ബോസ് ഇന്ത്യന്റെ ഫ്ലാഗ് ഇങ്ങനെ പറക്കുന്നു. ഫൈനലി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇതൊക്കെ ഷാർജക്കാ അബുദാബിക്കാണ്. ഞാനും അബുദാബിയാണ്. ഞാൻ ഇനി പോയില്ല. രണ്ടാമത്തെ അബുദാബിക്ക്. ഫസ്റ്റ് അബുദാബി എയർ അറേബ്യ അബുദാബി. നമ്മൾ ഇത്തിഹാദ് അബുദാബി. പുറപ്പെടൽ അതാ പുറപ്പെടൽ. അതിനും അവിടുന്ന് നമ്മൾ മാറ്റിക്കൊണ്ട് ഇനിയൊന്നുമില്ല. അടച്ചോളൂ. അടുത്ത ആഴ്ച പോകുന്ന ആൾക്കാരാ. ഇൻഷാ അല്ലാ അബുദാബിയിൽ പോയി കാണാന്ന്. എന്നാ ശരി. ഇൻഷാ അല്ലാ. ഓക്കെ എന്നാ. അസ്സലാമു അലൈക്കും. ശരി. അപ്പൊ ഇജ്ജെന്നാ ഇറങ്ങണേ? ഇജ്ജെന്നാണ് തിങ്കളാഴ്ച ഞായറാഴ്ച?
ഒരു ചെറിയ ഉദ്ഘാടനം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തും. ആ പറ്റുന്ന ആയിക്കോട്ടെ ആയിക്കോട്ടെ. നോട്ടി പോയില്ലേ? നോട്ടിയാ പോവല്ലോ. പോണപ്പേ പുറപ്പെടൽ പുറപ്പെടൽ പറഞ്ഞ് ഇവിടെ ഇവിടെ 1200 റുപ്യ ഈ പുറപ്പെടല് 2 കൊല്ലത്തിന് നെയ്യത്തക്കം പറയും 2 കൊല്ലത്തിനാണ് ഈ പോണത്. അതല്ല ഇവിടെ എന്തേലും അല്ല എന്തേലും തുടങ്ങായിരുന്നല്ലേ? ഒരു 1200 റുപ്യ കിട്ടിയാൽ മതി അല്ലേ? 200,000 കിട്ടിയാൽ എല്ലാത്ത അടങ്ങാറല്ലത്. നമ്മളത് ഇത്തിഹാദ് എയർലൈൻസ് ഡൊമസ്റ്റിക്കിലാണ്, കെബീറോടെ ഇന്റർനാഷണലാണ്, അബുദാബി എയർ അറേബ്യന്. നമ്മളെ ഫസ്റ്റിൽ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ഇനി ചെക്ക് പോയിന്റിലാണ് പോകുന്നത്. ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ്. എന്താണ് എന്നറിയില്ല, ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണ്, കുഴപ്പമില്ല. ചെക്കിനെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി സർവീസ് ആയിരുന്നു ഇത്തിഹാദിൻ്റെ. ചെക്കിനെല്ലാം കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണം. നമ്മളെ കെബീർ വെയിറ്റ് ചെയ്തിട്ടാണ്. നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാൻഡ് ബാഗിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 2 ബാഗാണ്. അപ്പോൾ നെക്സ്റ്റ് എങ്ങനെ നോക്കട്ടെ ഇത്തിഹാദിൻ്റെ സർവീസ് എത്രത്തോളം ടോപ്പാണെന്ന് നമ്മൾ നോക്കാം. കെബീറിന് ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോവാണ്. നമ്മളെ ചെക്കിങ്ങിൽ ആളില്ല, നമ്മൾ 1 മണിക്കൂർ നേരത്തെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെക്കിനൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. കറക്റ്റ് എറബി നല്ല ആൾക്കാരുണ്ടല്ലേ. ചെക്ക് ഇമിഗ്രേഷൻ സാധാരണ രീതിയിൽ തന്നെ ക്യാമറയും അതുപോലെ തന്നെ മൈക്രോഫോണൊക്കെ മൊത്തം അയപ്പിച്ച് അവർക്ക് മൈക്രോഫോൺ എന്താണെന്ന് അറിയില്ല, കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും എല്ലാ ചെക്കിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കെബീറിൻ്റെ ഫ്ലൈറ്റ് എയർ അറേബ്യയിൽ ഞാൻ 15 വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 8:25 ഫ്ലൈറ്റ് ചെയ്യുന്നത്. അങ്ങോട്ട് 9:30 അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഷായ പോകാൻ പോകാം. അപ്പോൾ കെബീർ പോകാൻ നിൽക്കുകയാണ്. കെബീറിൻ്റെ ഫ്ലൈറ്റ് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഏകദേശം 8ാമത്തെ സീറ്റാണ് കെബീറിൻ്റെ. അപ്പോൾ 24 മുതൽ 18 വരെയായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കെബീർ ഇപ്പോൾ ഏതാണ്ട് നിമിഷം കെബീർ പോകും. ഇൻഷാല്ലാ പോയിട്ട് കാണാം. അടുത്ത എന്ന് എപ്പോഴൊന്നും അറിയില്ല. ദുബായിൽ ഇൻഷാല്ലാ അബുദാബി വരുന്ന സമയത്ത് വരും അല്ലേ കെബീറ? ഏതാണ്ട് 5 മാസത്തെ ഒരു ഇതായിരുന്നു നമ്മൾ ഒരുമിച്ച് നാട്ടിലുണ്ടായിരുന്നു. ഒരുപാട് തമാശകളല്ലേ ഒന്നും പറയണ്ട. ഏതായാലും സങ്കടം തിരിച്ചു പോവാണ്. അങ്ങനെ എല്ലാവരും പോയി, കെബീറും പോയി. നമ്മളൊറ്റ പ്രവാസം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവം തന്നെ. കൂട്ടുകാരും അതുപോലെ തന്നെ കുടുംബക്കാരും ബന്ധുക്കളും എല്ലാവരും ഇങ്ങനെ പോകുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഏതായാലും ഇപ്പോൾ കെബീറൊപ്പം ലാസ്റ്റ് പോയി. നമ്മൾ ഒറ്റക്കാണ്. ഏതായാലും സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാം. നമ്മളതിനെ ഒറ്റയാൾ പോരാട്ടമായിരിക്കും പ്രവാസിയുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതായാലും നല്ലതാണ്. നമ്മൾ ഫ്ലൈറ്റിനായിട്ട് ഏകദേശം ഇനി ഒരു 1.5 മണിക്കൂറും കൂടി ഉണ്ട്. 9:30 നമുക്ക് 1 മണിക്കൂർ നേരത്തെ വന്നാൽ നമ്മൾ ഒരുമിച്ച് വന്നാണ്. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കാച്ചിട്ട് ഏതായാലും സന്തോഷം. നമ്മളെ ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോൺ 1 മുതൽ 2 ഒക്കെയാണ് പറയുന്നത്. ഏകദേശം 1 hour ബിഫോർ കോളേജ് തുടങ്ങി. കറക്റ്റ് ഷാർപ്പ് സമയത്തായിരിക്കും ചിലപ്പോൾ ടേക്ക് ഓഫ് ഉണ്ടാവില്ല. അത് കാരണത്താൽ കറക്റ്റായിട്ട് സീറ്റിംഗ് ഒക്കെ സെറ്റാക്കുന്നുണ്ട്. എയർലബി അതേപോലെ ആയിരുന്നില്ല, കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. 8:25 ടേക്ക് ഓഫ് ഉണ്ടായിരുന്നു. ഏകദേശം 8:35 8:40 ഇപ്പോൾ എടുത്തത്. അത് ചെക്കിനെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് പോകണം. ഇത്തിഹാദ് എയർലൈൻസ് ഫസ്റ്റ് ട്രിപ്പാണ്. ഇത്തിഹാദിൽ എക്സ്പീരിയൻസ് നോക്കാം. ആടിനോട് കിട്ടാം. Business class.
ബഗ്ഗി സർവീസ് ഇട്ടിട്ട് എല്ലാ ബഗ്ഗി സർവീസിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെക്കിൻ എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് C30 നമ്മളെ കൗണ്ടർ. അപ്പോൾ C30ലേക്ക് നമ്മൾ പോകുന്നത്. ചെക്കിനെല്ലാം അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഉള്ളത് സീ ഗേറ്റിലാണ്. ഇത്തിഹാദ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഏകദേശം 2:30 ഡിപ്പാർച്ചർ. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ സമയമുണ്ട്. സ്റ്റിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. കാത്തിരിപ്പിന് ശേഷം ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ദോഹയിലേക്കാണ് നെക്സ്റ്റ്. After 2 hours later, നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോകുന്നത് സോൺ 4 വിളിച്ചിട്ടുണ്ട്. ലാസ്റ്റാണ്. നേരെ ദോഹയിലേക്കാണ്. നല്ല ചൂട് ഇപ്പോൾ ശരിയായിട്ടില്ല കേട്ടോ. അബുദാബിയിൽ ഇറങ്ങിയ സമയത്ത് നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹെഡ്സെറ്റ് വെച്ചിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അബുദാബി എയർപോർട്ട് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ ദോഹയിലേക്ക്. For the members of our Etihad guest list, now welcome back. In order not to secure during communication. take off. Bye bye Abu Dhabi. Hamad International Airport, Doha. അങ്ങനെ ഫൈനലി നമ്മൾ ദോഹയിലെത്തിയിട്ടുണ്ട്. സേഫായിട്ടുള്ള യാത്ര. ക്യാമ്പ് എയർലൈൻസിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. എക്സ്പീരിയൻസുകളൊക്കെ ദോഹ എയർപോർട്ടിലേക്ക്. എല്ലാം കഴിഞ്ഞ് ഈ ഗേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഗേറ്റിലൂടെ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഖത്തറയുടെ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കയറി പോകുന്നുണ്ട്. സൗണ്ട് മൊത്തം പോയിട്ടുണ്ട്. സേഫായിട്ട് നമുക്ക് എത്തി. റിയാസ്ക ഗേറ്റ് നിൽക്കുന്നുണ്ടാക്കി സൗണ്ട് മൊത്തത്തിൽ പോയിട്ടുണ്ടാവും. ലഗേജ് കിട്ടാണ്ട് ലഗേജിന് വേണ്ടി നിൽക്കണം. നമ്മൾ ലഗേജൊക്കെ കിട്ടി സെറ്റായി ടാക്സി അടിച്ച് പോകണം. നല്ല അടിപൊളി തണുപ്പാണ് പുറത്ത്. ഏകദേശം 15 തന്നെ വെതർ പറഞ്ഞത്. റിയാസ്കനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സൗണ്ട് മൊത്തം പോയിട്ടാണ്. السلام عليكم حبيبي. السلام. كيف حالك؟ الحمد لله. കൊടുക്ക് കൈ കൊടുക്ക്. സലാം പറ. السلام عليكم. وعليكم السلام.